ധനുഷ് നായകനായി സംവിധാനം ചെയ്ത ഇഡലി കഥ എന്നുള്ള സിനിമ കണ്ടു. ഇതൊരു ഇഡലി കഥയാണോ ശരിക്കും ഒരു കഞ്ഞി കഥയാണോ എന്നാണ് എൻ്റെ സംശയം. സിനിമ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു സ്ഥിരം ക്ലീഷേ കഥ. ഇതിനു മുമ്പും ധനുഷ് ഇങ്ങനത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേരൊന്നും കറക്റ്റ് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്നാലും കുറേ സിനിമകൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇടിക്കാൻ വരുന്ന വില്ലൻ്റെ ഇടി കൊള്ളുന്നു, ഞാൻ ക്ഷമിച്ചു വിടുവാണ്, വില്ല പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല. അന്നേരം വില്ലന് വീണ്ടും കലിപ്പ് മൂക്കുന്നു, വീണ്ടും വന്ന് നായകനെ ഇടിക്കുന്നു, നായകൻ വീണ്ടും ഇല്ല, ഞാൻ അഹിംസവാദിയാണ്, പോകൂ എന്ന് പറയുന്നു. അങ്ങനത്തെ ടൈപ്പ് ഒരു ക്ലീശ കഥ. ഇങ്ങനത്തെ കഥകളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഇച്ചിരി പുതുമയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങനൊന്നുമില്ല, എല്ലാം അങ്ങനെയൊക്കെ തന്നെ, എല്ലാം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ. പക്ഷേ ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ഓഫ് ആ മൂവിയാണ് ഇഡ്ലി കഥൈ. നിത്യ മേനൻ ആൻഡ് ധനുഷ് അവരുടെ കോംബോ നല്ലതായിട്ടുണ്ട്, ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരിച്ച് നിർത്തിയാൽ മൂവീസ് ഓക്കെ. പാട്ടുകളും വലിയ കുഴപ്പമില്ല, സ്റ്റണ്ടാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഈ ധനുഷിൻ്റെ ഒരു ചെറിയ ഒരു തമിഴ് സ്റ്റൈൽ, എന്താ പറയാൻ പറ്റുക, സണ്ടക്കോരി അല്ലല്ലോ, കൊടി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊക്കെ ധനുഷിൻ്റെ ഒരു ഔറ ഉണ്ടായിരുന്നല്ലോ, ഒരു തനി തമിഴൻ ഔറ. അപ്പോൾ ആ ഒരു ടൈപ്പ് സംഭവമൊക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് അവർ സിനിമയ്ക്കകത്ത് അവിടെ ഇവിടെയൊക്കെ. എന്തൊക്കെ വന്നാലും ഈ സിനിമയ്ക്ക് തൊട്ട് മുമ്പ് ഒരു സിനിമയും കൊണ്ട് വന്നായിരുന്നല്ലോ, എന്തായിരുന്നു, നിക്സ്. അതിൻ്റെ ശരിക്കുള്ള ഫുൾ നെയിം അറിയില്ല, മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കുന്ന പടം. അയ്യോ, ആ വധത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ല സിനിമയാണ്. അതൊന്നും വെച്ചത് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല. അതിനേക്കാളൊക്കെ ഒത്തിരി നല്ലതാണ്. ഒന്ന് കണ്ടു നോക്കാൻ പറ്റുമെങ്കിൽ കണ്ടു നോക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അത്ര അടിപൊളിയൊന്നുമില്ല, നല്ല അത്ര മോശമില്ല. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.